ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ജുമുഅ ദിവസത്തിൽ ഈ പവിത്രമായ പള്ളിയിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. ജീവിതത്തിൽ നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മളുടെ സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ ഉൾപ്പെടെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും കാരുണ്യവാനായ റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിതാന്ത്യം വരെ അള്ളാഹുവിനനുസരിച്ച് അവന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കുവാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ബഹുമാന്യരായ ഹാജിമാർ ഒഴുകിയെത്തുന്ന ഒരു സമയമാണ്. ലോകത്തെവിടെയും ഹജ്ജിന്റെ യാത്രയയപ്പുകളും ആ ഹജ്ജുമായി ബന്ധപ്പെട്ട ആത്മീയമായ സദസ്സുകളും ഒക്കെയാണ്. ഒരു ഈമാനികമായ പുത്തൻ ഉണർവാണ് ഹജ്ജിന്റെ വേള. ഏതൊരു ഹാജിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഹാജി എന്നല്ല, ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിന്റെ തുടിപ്പാണ് കഅബ. ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തെ കീഴടക്കുന്ന ഒരു പുണ്യഗേഹമാണ് കഅബ. കഅബ എന്ന് പറയുമ്പോൾ, കഅബയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ആ ഗാംഭീര്യം നിറയുന്ന സൗന്ദര്യാത്മകമായ ആ ഒരു ഗേഹം, ആ ഒരു ആലയം, അത് നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കാറുണ്ട്. ഏതൊരു മുഅ്മിനിനാണ് ആ കഅബ കാണാൻ കൊതിയില്ലാത്തത്? ഏതൊരു സത്യവിശ്വാസിക്കാണ് ആ കഅബ ശരീഫിന്റെ മുറ്റത്ത് നിന്ന് ദുആ ചെയ്യാൻ തോന്നാത്തത്? ഏതൊരു മുഅ്മിനിനാണ് ആ കറുത്ത പുതപ്പ് കൊണ്ട്, കിസ്വ കൊണ്ട് മൂടപ്പെട്ട കഅബ ശരീഫിനൊന്ന് വലയം ചെയ്യാൻ തോന്നാത്തത്? അത് എത്ര മനോഹരമാണ്! ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ കഅബ ശരീഫിലെ മറ്റുള്ള കെട്ടിടങ്ങളെക്കാൾ ഉപരി വലിയ ഭൗതികമായ നിർമ്മാണ സൗന്ദര്യങ്ങളൊന്നുമില്ല. കഅബ ശരീഫിനേക്കാൾ സൗന്ദര്യാത്മകമായ, കാണാൻ ഭംഗിയുള്ള, ചമൽക്കാരമുള്ള എത്രയോ കെട്ടിടങ്ങൾ ഇന്നുണ്ട്. എന്നാൽ കഅബ ശരീഫിന്റെ വലിപ്പത്തെക്കാൾ വലിപ്പമുള്ള എത്രയോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ കഅബ ശരീഫിനെ മറ്റുള്ളതിൽ നിന്നെല്ലാം വേറിട്ട് നിർത്തുന്ന സംഗതി എന്താണ്? ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തെ കീഴടക്കിയ ഇതുപോലൊരു ആലയം, ഇതുപോലൊരു ഭവനം വേറെയില്ല എന്നുള്ളതാണ്. നമ്മൾ 5 വഖ്ത് നിസ്കരിക്കുന്നു, ജുമുഅ നിസ്കരിക്കുന്നു, ഇതിന്റെ എല്ലാം നമ്മുടെ ഖിബ്ല പരിശുദ്ധമായ കഅബയാണ്. അപ്പോ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കഅബ ശരീഫ് കടന്നു വരികയാണ്. നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സത്യവിശ്വാസി കഅബയാണ് തിരിയുന്നത്, കഅബയാണ് ഖിബ്ലയാക്കുന്നത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സുന്നത്താണ് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞിരിക്കൽ. എല്ലാ ഘട്ടവും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും അവന്റെ ഖിബ്ല കഅബയാണ്, അവന്റെ നോട്ടം, അവന്റെ നെഞ്ച് കഅബയിലേക്കാണ്. ഒരാൾ രോഗിയായി ആ രോഗിയെ കിടത്തേണ്ടത് വലിയ പ്രായമായി പോയ മോനെ, ഇപ്പൊ നീട്ടിയ പിന്നെ കുറച്ചാളും കൂടെ പിന്നെ എന്താ ചെയ്യുന്നേ? അപ്പോ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്തെ കഅബയ്ക്ക് നേരെ തിരിച്ചു കിടത്തണം. ഒരാൾ മരണപ്പെട്ടാൽ ഒരു സത്യവിശ്വാസിയെ അദ്ദേഹത്തിന്റെ മുഖവും കഅബയ്ക്ക് നേരെ തിരിച്ചു കിടത്തണം. ഒരാൾ രാത്രി ഉറങ്ങാൻ നേരത്ത് വലതുഭാഗം കൊള്ളെ ചരിഞ്ഞുകൊണ്ട് അവന്റെ മുഖം കഅബയ്ക്ക് നേരെയാക്കണം. ഒരുവന്റെ ഉണർവും ഒരുവന്റെ ഉണർച്ചയും ഉറക്കവും എല്ലാം കഅബയെ അവന്റെ ഹൃദയത്തിൽ ഓർമ്മിച്ചുകൊണ്ടാണ്. അവസാനം ഒരു വിശ്വാസി മരണപ്പെട്ട് ഖബറടക്കപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ് ആ മയ്യത്തിന്റെ മുഖത്തെ കഅബയ്ക്ക് നേരെ തിരിച്ചു വെക്കൽ. അങ്ങനെ വെക്കാതെ ഖബറടക്കപ്പെട്ടു പോയാൽ, ഖബറടക്കി കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയുകയാണ് ആ മയ്യത്തിന്റെ മുഖം കഅബയ്ക്ക് നേരെ തിരിച്ചിട്ടില്ല, ഖിബ്ലയ്ക്ക് നേരെ ആയില്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ആ ഖബർ പൊളിച്ചിട്ട് വീണ്ടും തുറന്ന് മയ്യത്തിന്റെ മുഖത്തെ ഖിബ്ലയ്ക്ക് നേരെ വെക്കൽ നിർബന്ധമാണ്.
എന്തുകൊണ്ട്? ഒരു സത്യവിശ്വാസിയുടെ ജീവിതവും മരണവും എല്ലാം അവന്റെ നേരെ ഖിബില കഅബയാണ്. മലക്കുകൾ വന്ന് ചോദിക്കും, വമാ ഖിബിലതുക്, നിന്റെ ഖിബില ഏതാണ്? അപ്പോഴും വിശ്വാസി പറയും, 5 നേരവും ഖിബിലയ്ക്ക് നേരെ നിന്ന് നിസ്കരിച്ചവൻ, ജീവിതം മുഴുവനും കഅബയെ ഖിബിലയാക്കിയവൻ. ആ മലക്കുകളോട് പറയും, വൽ കഅബതു ഖിബിലതി, കഅബയാണ് എന്റെ ഖിബില. ആ പരിശുദ്ധമായ കഅബ വെച്ച് നോക്കി, ലോകത്ത് പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും ഭൂമി ചുറ്റുന്നത് പോലെ, സൗരയുധവും കറങ്ങുന്നത് പോലെ, ഗാലക്സികൾ സഞ്ചരിക്കുന്നത് പോലെ, എല്ലാത്തിനും ഒരു ആന്റി ക്ലോക്ക് വൈസ് ഉള്ളത് പോലെ പരിശുദ്ധമായ കഅബയെ മനുഷ്യൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂറും. 24 മണിക്കൂറും പരിശുദ്ധമായ കഅബയെ മനുഷ്യൻ ചുറ്റുന്നു. പ്രപഞ്ചം ചുറ്റുന്നത് പോലെ ആകാശവും ഭൂമിയും കാണുന്ന സൂര്യനും പ്രപഞ്ചമഖിലവും ചുറ്റുന്നത് പോലെ ആ ഒരു പ്രപഞ്ചത്തിന്റെ മാതൃകയാണ് പരിശുദ്ധമായ കഅബയെ കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് ലോകത്ത് സത്യവിശ്വാസികൾ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാൻ തന്നെ എത്ര മനോഹരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം എപ്പോഴും വെമ്പൽ കൊള്ളണം ആ കഅബ കാണാൻ, അവിടെ എത്താൻ. അതിനൊരു ആഗ്രഹമില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഈമാൻ? പ്രിയമുള്ളവരെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ കഅബ കാണാൻ കൊതിക്കാത്തൊരു ഹൃദയം, ആ ഹൃദയത്തിൽ ഈമാൻ ശൂന്യമാണ്. അള്ളാഹുവിന്റെ കഅബ ശരീഫിനെ ഒന്ന് വലയം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മുഅ്മിനിന്റെ മനസ്സ് എന്ത് മനസ്സാണ്? എന്തുകൊണ്ട്? പരിശുദ്ധമായ മക്ക വിട്ട് മദീനയിലെത്തി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സന്ദർഭവശാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു. മദീനക്കാരൊക്കെ കൂടുതലും ജൂതന്മാരാണ്, യഹൂദികളാണ്. അവർക്ക് ബന്ധം ബൈത്തുൽ മുഖദ്ദസുമായിട്ടാണ്, ഫലസ്തീനുമായിട്ടാ. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് മദീനയിൽ വെച്ച് ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ അതനുസരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു ഒരു 19 മാസം. പക്ഷേ ഓരോ നിസ്കാരത്തിലും റസൂലുള്ളാഹിയുടെ ആഗ്രഹം, ഹൃദയത്തിന്റെ തുടിപ്പ് പരിശുദ്ധമായ കഅബയായിരുന്നു, മക്കയിലെ ആ പുണ്യഗേഹമായിരുന്നു. ഓരോ പ്രാവശ്യം നിസ്കരിക്കുമ്പോഴും മുത്തുനബി ആകാശത്തേക്ക് നോക്കും, അല്ലാഹുവിന്റെ കൽപ്പനയുമായി ജിബ്രീൽ മാലാഖ വരുന്നുണ്ടോ? എന്തിനു വേണ്ടി? ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മാറ്റി ഖിബില കഅബയാക്കാൻ വേണ്ടി. അത് അല്ലാഹു തആല പറഞ്ഞു തിരുനബിയോട്, നബിയെ, അങ്ങ് ആകാശത്തേക്ക് കണ്ണു നട്ടി നിൽക്കുന്നത് നാം കാണുന്നുണ്ട് നബിയെ. എന്തിനു വേണ്ടി? കഅബയെ ഖിബിലയാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് നാം കാണുന്നുണ്ട് നബിയെ. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, 19 മാസത്തിന് ശേഷം ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ, ഇനി അങ്ങ് പരിശുദ്ധമായ കഅബയെ ഖിബിലയാക്കിക്കൊള്ളാൻ. ഒരു നിസ്കാരത്തിൽ വെച്ചാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങുന്നത്. ആ നിസ്കാരത്തിൽ തന്നെ 1-ാമത്തെ റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ തിരുനബി തങ്ങൾ കഅബയെ ഖിബിലയാക്കി. തങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു. പിന്നെ ഒരല്പം പോലും താമസിച്ചിട്ടില്ല. ആ സ്ഥലത്തൊരു പള്ളിയുണ്ട്, അതിന് മസ്ജിദുൽ ഖിബിലത്തൈനി എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്നും. മസ്ജിദുൽ ഖിബിലത്തൈനി, അവിടെ വെച്ചിട്ടാണ് ഈ കഅബ ശരീഫിലേക്ക് ഖിബില തിരിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയതെന്നാണ്. അഥവാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആഗ്രഹം പരിശുദ്ധമായ കഅബയിലേക്ക് എപ്പോഴും തിരിയണമെന്നുള്ളതായിരുന്നു. ആ കഅബ കാണാൻ തിരുനബിക്ക് എന്തൊരു ആഗ്രഹമായിരുന്നു. മക്ക വിട്ട് മനസ്സോടെ ഹിജ്റ പോയെങ്കിലും മദീനയിൽ താമസിച്ച തിരുനബിക്ക് എപ്പോഴും പരിശുദ്ധമായ മക്കയിലേക്ക് എത്തണമെന്നതിന് ആ കഅബ ശരീഫിനെ കാണണം. കാരണം ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തെ കഅബ ശരീഫുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ മനസ്സിലും ഈമാനികമായ ഒരു അതിനോടുള്ള സ്നേഹം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്ത്? ലോകത്തെ ആദ്യത്തെ ഭവനമാണത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. പരിശുദ്ധമായ കഅബ ശരീഫ് ലോകത്തെ ആദ്യത്തെ ആലയമാണ്. ആദ്യത്തെ പള്ളി എന്നല്ല അള്ളാഹ് പറഞ്ഞത്, ലോകത്തെ ആദ്യത്തെ ഭവനമാണ്. അതിനു മുമ്പ് ഭൂമി ലോകത്ത് ഒരൊറ്റ വീടില്ല. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് അത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ളതാണ്.
മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച ഭവനം അത് മനുഷ്യർക്കുള്ളതല്ല, മറിച്ച് മനുഷ്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു നിർമ്മിച്ചതാ. പിന്നെയാണ് മനുഷ്യന് ഭൂമിയിൽ താമസിക്കാൻ വീടുണ്ടാക്കപ്പെട്ടത് എന്നർത്ഥം. മുബാറകം വഹുദൽ ലിൽ ആലമീൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും സന്മാർഗത്തിന്റെ കേന്ദ്രമാണ് കഅബ. കഅബ ശരീഫിനോട് സ്നേഹമില്ലാത്തവന്, സന്മാർഗത്തിന്റെ പാത തെറ്റിപ്പോയിട്ടുണ്ടവന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് എത്ര അവന്റെ ഇബാദത്തുകൾ കൊണ്ട് അവന്റെ നാട്ടിൽ നിന്ന് എത്ര നിസ്കരിച്ചാലും ഇബാദത്ത് ചെയ്താലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് കഅബ കാണണം കൊതിക്കാത്തവൻ അവന്റെ ഈമാൻ എവിടെയാണ്? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച കഅബ നമ്മളും സ്നേഹിക്കണം, അവിടെ എത്താൻ ആഗ്രഹിക്കണം. ആ കഅബയെന്ന് തവാഫ് ചെയ്യാൻ നമ്മളും ആഗ്രഹിക്കണം. ഭൂമിയിൽ അതിനോളം പഴക്കമുള്ളൊരു വേറൊരു ഗേഹം ലോകത്തില്ല. ഭൂമിയിൽ അത്രത്തോളം പുരാതനമായ ഒരു ആരാധനാലയം വേറെയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല കഅബ ശരീഫ് നിർമ്മിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി അല്ല ആദ്യമായി കഅബ നിർമ്മിച്ചത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പരിശുദ്ധമായ കഅബയുടെ ചുമരുകളാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോഴും അൽ ബൈത്ത് എന്ന് പറയുന്ന കഅബയുടെ അടിസ്ഥാനം അവിടെയുണ്ട്. അപ്പോ കഅബ ശരീഫ് ആദ്യമായി നിർമ്മിച്ചതാരാ? മലായികത്തുർ റഹ്മാൻ, അല്ലാഹുവിന്റെ മാലാഖമാര്. മനുഷ്യരുടെ സാന്നിധ്യം ഭൂമി ലോകത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കഅബ ശരീഫിനെ മാലാഖമാർ നിർമ്മിച്ചു കഴിഞ്ഞു. പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി നിർമ്മിച്ചു. ഈ ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി ആദം നബി അലൈഹി സ്വലാം 40 ഹജ്ജ് കഅബ ശരീഫിനെത്തി ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം. മൊത്തം 90 ഹജ്ജ് ചെയ്തയാളാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. 1000-ൽ പരം വർഷം ജീവിച്ചിട്ടുണ്ടല്ലോ ആദം നബി. 40 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലെ? അവിഭക്ത ഇന്ത്യയിലാണല്ലോ ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമായിട്ടുള്ള ആദം മലയിലാണ് ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ ആദ്യമായി ഇറങ്ങുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ ആദമു മിനൽ ഹിന്ദ് 40 ഹജ്ജ എന്ന ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല ആദ്യമായി കഅബ ശരീഫ് നിർമ്മിച്ചത്. കാരണം കുഞ്ഞായിരിക്കുന്ന ഇസ്മായിലിനെയും പ്രിയപ്പെട്ട പത്നിയായ ബീബി ഹാജർ റളിയല്ലാഹു അൻഹയെയും പരിശുദ്ധമായ മക്കയുടെ മണലാരുണ്യത്തിൽ ആ മരക്കാട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ടല്ലോ, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകനെയും എൻ്റെ ഹാജറയെയും ഈ മണ്ണിൽ ഒരു ഇലയില്ലാത്ത, ഒരു പച്ചിലയില്ലാത്ത, ഒരു മരത്തിന്റെ തണലില്ലാത്ത, ഒരു മനുഷ്യനില്ലാത്ത ഈ മണ്ണിൽ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെയും മകനെയും ഇവിടെ കൊണ്ടാക്കിയത് വേറൊരിടത്തുമല്ല, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ഗേഹത്തിന്റെ ചാരത്താണ്, കഅബ ശരീഫിന്റെ ചാരത്താണ്. അന്ന് ഇബ്രാഹിം നബി കഅബ ശരീഫ് നിർമ്മിച്ചിട്ടില്ല. പിന്നെ ഇസ്മായിൽ നബി വളർന്നു വലുതായതിനു ശേഷം മക്കയിൽ വന്നിട്ടാണ് കഅബ ശരീഫ് രണ്ടുപേരും കൂടി നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പും കഅബ ശരീഫിന്റെ അടിസ്ഥാനം പരിശുദ്ധമായ മക്കയിലുണ്ട്. ലോകത്തിന്റെ എല്ലാവരുടെ മനസ്സുകളെയും, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ സമൂഹങ്ങളുടെ മനസ്സുകളെയും കഅബ ശരീഫ് ആകർഷിപ്പിച്ചിട്ടുണ്ട്. അറബികൾ പരിശുദ്ധ ഇസ്ലാമിന് മുമ്പ് തന്നെ കഅബ ശരീഫിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. കയ്യിൽ ഹറാമായ സമ്പത്ത് മാത്രം ഉണ്ടായിരുന്നൊരു ഘട്ടം അറബികൾക്കുണ്ടായിരുന്നു, അവരുടെ ഇരുണ്ട യുഗം. പക്ഷേ അവർ ഉപയോഗിച്ചിരുന്ന പണവും അവരുടെ സമ്പത്തുമെല്ലാം ഹറാമായിരുന്നപ്പോഴും പരിശുദ്ധമായ കഅബ ശരീഫിൽ ഒരു ഹറാമിന്റെ അംശം പോലും ചേരാതിരിക്കാൻ ആ അറബികൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ കഅബ ശരീഫ് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് തിരുനബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് കഅബ ശരീഫിന്റെ യഥാർത്ഥ അടിസ്ഥാനത്തിന്റെ മുകളിൽ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പ്യുവർ ഹലാല് കൊണ്ട് ആ കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു?
കഅബ ഷരീഫിന്റെ ഒരു ഭാഗം അടിസ്ഥാനം വിട്ടു ഒഴിവാക്കി, അത് പുറത്താക്കിയിട്ട് ബാക്കി ഭാഗമാണ് കഅബ ഷരീഫ് നിർമ്മിച്ചത്, ബിൽഡിംഗ് ഉയർത്തിയത്. പിൽക്കാലത്ത് നുബുവത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ, കഅബ ഷരീഫിന്റെ അടിസ്ഥാനത്തെ ഉൾപ്പെടുത്തി അത് പൂർത്തിയായി എനിക്ക് ഉയർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ഖുറൈശികൾ അവർ എന്നെ ആക്ഷേപിച്ചേക്കാം, അവർ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു എന്ന്. അതിന് വരെ മഹാന്മാർ പറയുന്നു, അതിന്റെ രഹസ്യം എന്തെന്നറിയുമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധമായ ഇസ്ലാമിന് മുമ്പ് തന്നെ കഅബ ഷരീഫിനെ അറബികൾ എത്രത്തോളം പവിത്രമായി കണ്ടിരുന്നു എന്നതിന്റെ തെളിവാണ്. അതിന്റെ ഒരു ഇഷ്ടികയിൽ പോലും ഒരു ഹറാം കലരരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇരുണ്ട യുഗത്തിലെ അറബികൾക്ക്, ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ. അതിനാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുക. നമ്മൾ പോയിട്ടുള്ളവർക്ക് അറിയാം, കഅബ ഷരീഫ് 4 സ്ക്വയർ ആയിട്ടുണ്ട്, അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വളച്ചുകെട്ടുണ്ട്, അതിന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥത്തിൽ അത് കഅബയുടെ ഭാഗമാണ്. അതിന്റെ ഉള്ളിൽ കയറിയാൽ കഅബയുടെ ഉള്ളിൽ കയറിയത് പോലെയാണ്. അതിന്റെ നേരെ മുകളിലാണ് സ്വർണ്ണപ്പാത്തി ഉള്ളത്, മീസാബ് ഉള്ളത്. അതിന്റെ താഴ്ഭാഗം ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഹാജിമാരൊക്കെ തിരക്കും കൂട്ടി അവിടെ വലിയ പ്രാധാന്യത്തോടു കൂടി നിന്ന് ദുആ ചെയ്യുന്നത്. അവിടെ എത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പ് തന്നെ കഅബ ഷരീഫ് നിർമ്മിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ വിവിഐപികൾക്ക് മാത്രമേ കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ തുറക്കപ്പെടുമ്പോൾ. എന്നാൽ സാധാരണ ഒരു വിശ്വാസിക്ക് കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവന് ഈ ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറിയാൽ അദ്ദേഹത്തിന് കഅബ ഷരീഫിന്റെ ഉള്ളിൽ കയറിയതുപോലെയാണ്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഒരു പ്രത്യേക തർത്തീബാണ്, സംവിധാനമാണ് അത്രയും ഒഴിവാക്കിയത്. പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ലോകത്തെ എക്കാലത്തും പരിശുദ്ധമായ കഅബയെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലയമായി കഅബ ഷരീഫിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ കഅബ ഷരീഫിനെ അറബികളും അനറബികളും ഇത്രത്തോളം ബഹുമാനിക്കുന്നത് കണ്ടിട്ട്, ഇത്രത്തോളം ആദരിക്കുന്നത് കണ്ടിട്ട് അസൂയയുണ്ടായ ഒരാളാണ് യമനിലെ അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ഗവർണർ. എത്യോപ്യയിലെ അബിസീനിയയിലെ രാജാവായിരുന്ന ആളിന്റെ ഒരു ഗവർണറായിട്ട് യമനിലായിരുന്ന ആളാണ് അബ്രഹത്ത്. അയാൾക്കൊരാഗ്രഹം, ഈ കണ്ട ജനങ്ങൾ മുഴുവനും മക്കയിലേക്ക് ഒഴുകുകയാണ് ആ കാലഘട്ടത്ത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ആ അവസ്ഥ, ആളുകളൊക്കെ കഅബയിലേക്ക് ഒഴുകുന്നു. ഓരോരോ സീസണിൽ ഹജ്ജിന്റെ വേളയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും 6-ാം നൂറ്റാണ്ടിലും കഅബ ഷരീഫിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തിരുന്നു എന്നാണ്. അപ്പോ ഹജ്ജ് തുടങ്ങിയത് ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് ശേഷമോ അല്ല, അതിനു മുമ്പേ ഹജ്ജ് എന്ന് പറയുന്ന മഹത്വമായ അമല് നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടപ്പോൾ ഈ അബ്രഹത്തിന് സഹിച്ചില്ല. അയാൾ യമനിൽ മനോഹരമായ ഒരു കെട്ടിടമുണ്ടാക്കി, അൽ ഖുല്ലൈസ് എന്നതിന് പേരിട്ടു. എന്നിട്ട് ലോകത്തുള്ള ആളുകളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചു. ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഒക്കെ പരിപാടി അതാണ്. അവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയിലും ഇസ്ലാമിനോടുള്ള ജനങ്ങളുടെ അടുപ്പവും ആകർഷണീയതയും ഒക്കെ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇസ്ലാമിനെതിരെ പല നിലയിലുള്ള കിംവദന്തികളും പടർത്തുയർത്തുന്നത്. ഇതുപോലെ കഅബ ഷരീഫിന്റെ മഹത്വം ഒന്ന് കുറയ്ക്കണം, കഅബ ഷരീഫിൽ നിന്ന് ആളുകളുടെ ഹൃദയങ്ങളിലെ യമനിലേക്ക് തിരിക്കണം. അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളായിരുന്നു അവർ. അങ്ങനെ അബ്രഹത്ത് യമനിൽ ഒരു കെട്ടിടമുണ്ടാക്കി ഖുല്ലൈസ് എന്ന് പേരിട്ടു. അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു. പക്ഷേ അറബികളിൽപ്പെട്ട ഒരാൾ അവിടെ ചെന്നിട്ട് അതിനോടുള്ള വിരോധം കൊണ്ട് ഈ അൽ ഖുല്ലൈസ് എന്ന് പറയുന്ന അയാളുടെ ആരാധനാലയത്തിൽ കയറി മൂത്രമൊഴിച്ചു എന്നാണ്. ഒരു വ്യക്തി ചെയ്ത ഒരു തെറ്റാണത്, ഒരിക്കലും ഇസ്ലാമിനെ അനുവദിക്കുന്നില്ല. മറ്റൊരാളിന്റെ ആരാധനാലയത്തെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഒരു ഘട്ടമാണിത്. ഇങ്ങനെ ചെയ്തപ്പോൾ, ഒരു അറബി ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് അബ്രഹത്ത് എന്ത് ചെയ്യുകയാണ്? കഅബ ഷരീഫിനെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി പടയൊരുക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ നാം കാണുന്ന സാമ്രാജ്യ ശക്തികളുടെ തന്ത്രമത, ഏതെങ്കിലും ഒരാൾ മുസ്ലിം നാമധാരിയായ ഒരാൾ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ അതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എടുത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക് സമുദായത്തെ തകർക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തകർക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ താറടിക്കാൻ വേണ്ടി സാമ്രാജ്യ ശക്തികൾ കാണിക്കുന്ന അതേ കുതന്ത്രം അബ്രഹത്ത് 6-ാം നൂറ്റാണ്ടിൽ ചെയ്തു.
അങ്ങനെ കഅബ ശരീഫിനെ തകർക്കാൻ 60,000 യോദ്ധാക്കളുമായി പുറപ്പെട്ടു. അന്നത്തെ കാലഘട്ടത്ത് 60,000 വരുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ എക്കാലത്തെയും ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡുള്ള ഒരു സൈന്യമാണ്. കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സൈന്യം 12,000 പേര് മാത്രമായിരുന്നു. അതിനേക്കാൾ വലിയൊരു സൈന്യം തങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ 60,000 സൈന്യങ്ങളുമായി യോദ്ധാക്കളുമായി സർവായുധ സജ്ജരായി അബ്രഹത്ത് യമനിൽ നിന്ന് പുറപ്പെടുകയാണ് കഅബ ശരീഫിനെ തകർക്കണം. അങ്ങനെ വന്നു. യമനിൽ നിന്ന് പുറപ്പെട്ടു. ആനപ്പടയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആനപ്പട എന്ന് പേരിടുന്നത്. അബ്രഹത്തിന്റെ ആ സൈന്യത്തിന് ആനപ്പട എന്ന് പറയും. ആ കാലഘട്ടത്തിലൊക്കെ ഒരു സൈന്യത്തിൽ ആനയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ്. അങ്ങനെ വലിയൊരു ആനപ്പടയുമായിട്ട് അബ്രഹത്ത് യമനിൽ നിന്ന് പുറപ്പെട്ടു പരിശുദ്ധമായ കഅബ ശരീഫിനെ തകർക്കാൻ സഞ്ചരിച്ചു വന്നു. ഈ നമ്മൾ മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിൽ അവർ വന്ന് തമ്പടിച്ചു. വാദി മുഹസ്സർ എന്ന സ്ഥലത്തിന് പറയും. ഇന്നും നമുക്ക് പോകുമ്പോൾ കാണാം. മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വഴി പോയപ്പോൾ തങ്ങളുടെ ഒട്ടകത്തെ വേഗം തങ്ങൾ കടത്തിവിട്ടു. കാരണം അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ച ഒരു സ്ഥലമാണ് വാദി മുഹസ്സർ. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ നിങ്ങൾ താമസിക്കണ്ട, അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വാദി മുഹസ്സറിലെത്തി. അവിടെ എത്തിയപ്പോൾ അബ്രഹത്തിന്റെ ആനപ്പട 60,000 യോദ്ധാക്കൾ എല്ലാവരെയും പേടിപ്പിച്ചു. മക്കക്കാർക്ക് ആർക്കും ആ സൈന്യത്തെ എതിരാടാനുള്ള ശക്തിയില്ലായിരുന്നു. അവരെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. അവസാനം അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചു അബ്രഹത്തിന്റെ സൈന്യം. അബ്ദുൽ മുത്തലിബ് ആരാണ്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പിതാമഹനാണ്, വല്ലിപ്പയാണ്. അദ്ദേഹമാണെന്ന് മക്കയിലെ നേതാവ്, മക്കയിലെ പ്രമാണി, മക്കയിലെ അമീർ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ് കഅബ ശരീഫുമുള്ളത്. പക്ഷേ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചിട്ട് മക്കയിലേക്ക് ആളെ വിട്ടു. ഞങ്ങൾ വന്നത് കഅബ ശരീഫ് തകർക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നാൽ അറബികളെ ഞങ്ങൾ ആക്രമിക്കില്ല, ഖുറൈശികളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അബ്രഹത്ത് ആളെ വിട്ടു. അബ്ദുൽ മുത്തലിബ് വന്നു, അബ്രഹത്തിനെ കണ്ടു. സംഭാഷണ മധ്യേ അബ്ദുൽ മുത്തലിബ് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നിങ്ങൾ എന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചെടുത്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, അതെനിക്ക് വിട്ടുതരണം. അബ്രഹത്തിന് വലിയ തമാശയായി തോന്നിയത്. കാരണം അബ്രഹത്ത് ചോദിച്ച, അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ മക്കയിലെ പ്രമാണിയാണ്, മക്കയിലെ നേതാവാണ്. ഞാൻ വന്നത് നിങ്ങളുടെ അഭിമാനമായ കഅബയെ തകർക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഏറ്റവും ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടുവന്നിട്ടുള്ള പൊന്നുപോലെ, കണ്ണിന്റെ കൃഷ്ണപോലി പോലെ കാത്തു സൂക്ഷിച്ച കഅബ ശരീഫിനെ തകർക്കാൻ ഞാൻ വന്നതാ. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ നിസ്സാരം 200 ഒട്ടകങ്ങളെ ഞാൻ എടുത്തതിനെ കുറിച്ചാണോ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്? അബ്ദുൽ മുത്തലിബിന്റെ ആ സമയത്തുള്ളൊരു മറുപടി ഉണ്ട്. അബ്ദുൽ മുത്തലിബ് തിരിച്ചു പറഞ്ഞത് എന്താണ്? അബ്രഹത്തെ, എന്റെ ഉടമസ്ഥതയിലുള്ളതാണ് 200 ഒട്ടകൾ. ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്, അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു വേണം. എന്നാൽ വലിൽ കഅബത്തി റബ്ബുൻ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമയായതുപോലെ പരിശുദ്ധമായ കഅബയ്ക്കൊരു ഉടമയുണ്ട്. യഹ്മിഹ, ആ കഅബയുടെ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും. നിന്റെ സൈന്യത്തിനെ എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, നിന്നോട് മത്സരിക്കാൻ, യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് കഅബയുടെ കാര്യം കഅബയുടെ ഉടമസ്ഥനായ റബ്ബിനോട് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒട്ടകവും വാങ്ങിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് തിരിച്ചുപോയി. കഅബ ശരീഫിന്റെ മുറ്റത്ത് വന്ന് അള്ളാഹുവിനോട് അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ല. ആ ആനക്കലഹ വർഷമാണ് തിരുനബി ജനിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭയൊന്നും അവിടെയില്ല. അവിടെ ശിർക്കുണ്ട്. ശിർക്കുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. പക്ഷെ കഅബ ശരീഫിന്റെ പവിത്രത അന്നും അവർ കാത്തു സൂക്ഷിച്ചു. കഅബ ശരീഫിനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് കുടുംബക്കാരോട്, മക്കക്കാരോട് അവരവരുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുവാൻ കൽപ്പിച്ചു. അബ്രഹത്തിന് വേണ്ടത് ചെയ്തു കൊള്ളട്ടെ എന്ന്. അബ്രഹത്തിന്റെ ആനപ്പട 60,000 സൈന്യവുമായി വാദി മുഹസ്സറിൽ നിന്ന് തയ്യാറായി പുറപ്പെടുകയാണ്. പക്ഷെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല ആനപ്പടയ്ക്ക്. ആനപ്പട അവിടെ നിന്ന് മുട്ടുകുത്തി തറയിൽ നിൽക്കുകയാണ്. ഏതെല്ലാം വിധത്തിലുള്ള പരിപാടികൾ ചെയ്തു നോക്കിയിട്ടും ആനപ്പട മുന്നോട്ട് നീങ്ങുന്നില്ല. അവസാനം സർവശക്തിയും എടുത്ത് കഅബ ശരീഫിനെ പൊളിക്കുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടി, അബ്രഹത്ത് സൈന്യത്തെ തുരത്തുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു സൈന്യത്തെ അവർക്കെതിരെ അയക്കുകയാണ്. ചെറിയ പക്ഷികളെ അല്ലാഹു തആല അവർക്കെതിരെ അയക്കുകയാണ്. അതാണ് അബാബീൽ പക്ഷികൾ. യൂഫ്രട്ടീസിന്റെ തീരത്ത് നിന്ന പക്ഷികളായിരുന്നില്ല, ഏതെങ്കിലും അറബി സമൂഹം തയ്യാറാക്കി വിട്ട പക്ഷികളായിരുന്നില്ല, ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് തയ്യാറായി വന്നതല്ല, മെഡിറ്ററേനിയൻ കടലിടുക്കുകളിൽ നിന്ന് വന്ന സൈന്യമായിരുന്നില്ല. അത് ആകാശ ലോകത്തു നിന്ന് വന്ന അള്ളാഹുവിന്റെ മാലാഖമാരാകുന്ന അബാബി പക്ഷികൾ. അവരുടെ കൈകളിൽ, അവരുടെ ചുണ്ടുകളിൽ, അവരുടെ കാലുകളിൽ അല്ലാഹു തആല കൊടുത്തയച്ച നരകത്തിൽ നിന്നുള്ള ചുട്ടെടുത്ത കല്ലുകൾ, അവകളെല്ലാം ആനപ്പയുടെ മുകളിലേക്ക് ചെറിയ കല്ലുകൾ കൊണ്ടിട്ടു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവകളെ എല്ലാം നശിപ്പിച്ചു. ഈ 60,000 ആനപ്പടകളും മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിലുള്ള വാദി മുഹസ്സറിൽ വെച്ചുകൊണ്ട് അള്ളാഹു തആല നശിപ്പിച്ചു. ഏതുപോലെ? അവർ ചത്തൊടുങ്ങി എന്നല്ല ഖുർആൻ പറഞ്ഞത്, അവർ മരിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞത്. പശുക്കൾ ചവച്ചു തുപ്പിയ ചണ്ടിലകളെ പോലെ അല്ലാഹു തആല അവരാക്കി കളഞ്ഞു. എന്തുകൊണ്ട്? കഅബ ശരീഫിനെ എതിർക്കാൻ വന്നവനെ അല്ലാഹു തആല വെറുതെ വിട്ടിട്ടില്ല. അതാണ് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയെ, അങ്ങ് കണ്ടില്ലേ ആനപ്പടയോട്, കഅബ ശരീഫിനെ തകർക്കാമെന്ന ആനപ്പടയോട് അല്ലാഹു എന്താണ് ചെയ്തതെന്ന്? പരിശുദ്ധമായ ഖുർആൻ ഇത് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഈ ആനക്കലഹത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. കഅബ ശരീഫിനെ തകർക്കാമെന്ന അബ്രഹത്തിന്റെ ചരിത്രം അവർക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷമാ. അതുകൊണ്ട് അവരുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ആ കഥ അല്ലാഹു തആല അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളും ഉന്നം തെറ്റിയ അമ്പ് പോലെ അല്ലാഹു ആക്കി കളഞ്ഞല്ലോ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെല്ലാം നശിപ്പിച്ചല്ലോ. അല്ലാഹു തആല പറഞ്ഞത് കഅബ ശരീഫിനെ തകർക്കാമെന്ന അബ്രഹത്തിന്റെ ആ പദ്ധതിയെ കുതന്ത്രമെന്ന, ഗൂഢതന്ത്രം എന്താണെന്ന് വിശേഷിപ്പിച്ച് എന്തുകൊണ്ടെന്നറിയോ? യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ, ബാഹ്യമായി നോക്കുമ്പോൾ അതിൽ കുതന്ത്രങ്ങളൊന്നുമില്ല. 60,000 സൈന്യത്തെ പരസ്യമായി ആനപ്പടയോടുകൂടി കൊണ്ടുവന്നു കഅബ ശരീഫിനെ രഹസ്യമായല്ല പരസ്യമായി തകർക്കാൻ വന്നതാണ്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ഗൂഢതന്ത്രമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? കഅബ ശരീഫിനെ തകർത്തു കഴിഞ്ഞാൽ മക്ക ഒന്നുമല്ലാതെയാകും, അറബികൾ ഒന്നുമല്ലാതെയാകും, ജനങ്ങളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം യമനായി മാറും. സാമ്രാജ്യത്വ ശക്തികളുടെ എക്കാലത്തെയും ആഗ്രഹം പോലെ അന്നത്തെ സാമ്രാജ്യ ശക്തിയാകുന്ന യമനിന്റെ, അതിന്റെ രാജാവായിരുന്ന അബ്രഹത്തിന്റെ ആഗ്രഹം അതായിരുന്നു, ജനങ്ങളെ എല്ലാം യമനിലേക്ക് തിരിക്കുക. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിന് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യണം, കഅബ ശരീഫിന്റെ മഹത്വത്തെ നശിപ്പിക്കണം. ഇന്നും അതിന്റെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഖുർആൻ പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവരുടെ കുതന്ത്രങ്ങളെ എല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരയ്ക്കപ്പെട്ട ചണ്ടികളെ പോലെ അല്ലാഹു തആല അബ്രഹത്തിന്റെ ആനക്കല പടയാക്കിയെങ്കിൽ അത് കഅബ ശരീഫിന്റെ മഹത്വത്തെ അല്ലാഹു ഏറ്റെടുത്തതാണ്, അതിന്റെ സംരക്ഷണത്തെ അല്ലാഹു ഏറ്റെടുത്തതാണ്. ആ കഅബ ശരീഫ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ലോകത്ത് നിർമ്മിക്കപ്പെട്ടതാ. അതിന്റെ മഹത്വം ഒരിക്കലും മങ്ങുകയില്ല. ഒരു വിശ്വാസിയും ആ കഅബയുടെ അരികിലെത്താൻ ആഗ്രഹിക്കണം. ഇന്ന് ലോകത്ത് നിന്ന് ലക്ഷങ്ങളായ ആളുകൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ആ പരിശുദ്ധ മണ്ണിലെത്തുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ അവിടെ എത്തിയവരുടെ ഹജ്ജും ഉംറയും അല്ലാഹു മഖ്ബൂലും മബ്റൂറും ആക്കുമാറാകട്ടെ. ആ കഅബ ശരീഫിനെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ ജീവിതത്തിൽ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.